ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു ചെറിയ ജസ്റ്റ് ഒരു ഹോം ടൂർ വീട്ടിൽ അവിടെ സെറ്റിംഗ് ഒക്കെ ചെയ്തതിൻ്റെ കാര്യം ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ പുറത്തുള്ള UPSൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPS സംഭവം ഇവിടെ UPS ആണ് ഇതിൻ്റെ ഉള്ളിൽ, ഈ ടേബിളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ ടേബിൾ എന്താ റിസ്ക് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ചെയ്യണം വിചാരിച്ചു നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കി, നമുക്കത് കിട്ടില്ല. അത് UPS എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 6 മാസം 7 മാസം കൂടുമ്പോൾ എടുത്ത് വെള്ളം വാരണ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഓപ്പൺ ഇല്ലാത്ത കാര്യം കൊണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ ടേബിളാണ്. ആ പഴയ ടേബിളാണ്, ആ ബാക്ക് സൈഡിലാണ് UPS ഉള്ളത്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിന് എടുത്ത് നിർത്താനും അതിൻ്റെ ഉള്ളിൽ വെള്ളം വാരാനൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ചായിരുന്നുണ്ട്. നമ്മൾ ടേബിൾ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച കൊടുത്തതാണ്. അപ്പോൾ ടേബിൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടേബിൾ പോയി നമ്മൾ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ എന്തായാലും നമുക്കത് എടുക്കാൻ പോകണം. ഏകദേശം ഇവിടെ ഒരു 4 വീടിൻ്റെ ചെറുതായിട്ട് ഉള്ളതാണ്. നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത് തന്നെ വന്നിക്കണം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡിയായി വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങാൻ പോകാം. നമ്മളപ്പോൾ നമ്മളുടെ ടേബിളിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ വഴിയിൽ നമ്മൾ 2 ദിവസമായി വേസ്റ്റൊക്കെ കൊട്ടിയിട്ട്. അപ്പോൾ പോണ വഴിയിൽ വേസ്റ്റ് ഉണ്ട്, അവിടെ കൊട്ടുന്ന സ്ഥലം, അതും അവിടെ കൊട്ടിയിട്ട് പോവാനിട്ട്. ഇപ്പം നമ്മൾ അവസാനം പൊടി വരും. ടേബിൾ ഇവിടെ സനന്ത മൂലയിൽ. ഇപ്പോൾ പോണ നേരത്തിൽ അവിടെ ഒരു ചെറുതായിട്ടൊരു കുപ്പ, നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല, അതിനൊക്കെ കുപ്പ വണ്ടിയൊക്കെ വരും ചെയ്യും. 2 ദിവസം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ നമ്മളത് എടുത്തു വെച്ചാലും സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കും. അത് കാരണം കൊണ്ട് ഉള്ളത് അപ്പം എന്തായാലും കൊട്ടണം എന്നിട്ടാണ് പോണ വഴിക്ക് അതും അങ്ങനെ കൊട്ടിയിട്ട് ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരി വേഗം കഴിയും. നമ്മളുടെ ടേബിള് റെഡി ആയിട്ടുണ്ട്. അവിടെയാണ് ടേബിൾ ഉള്ളത്. ഇത് റെഡിയായോ? ടേബിൾ റെഡിയായി. കയ്യിൽ തൂക്കിയിട്ട് പോകാൻ മുടിയാതാ. അപ്പം നമ്മളുടെ UPSൻ്റെ ടേബിള് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേബിള് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ UPSൻ്റെ ആണ്. ഇനി നമ്മൾ ഈ ചെറിയ ടേബിളിൽ അത് നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് കസ്റ്റം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ടേബിളിനല്ല കുറേ നടന്നത്, നമ്മളിങ്ങനത്തെ ടേബിളിൽ കുറേ നടന്നിക്കണം. ലാസ്റ്റ് ഉണ്ടാക്കേണ്ട തന്നെ വന്നു. ഇതാവുമ്പോൾ അത് സേഫ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം. ഇനിയിപ്പോൾ വെള്ളം പാരണമെങ്കിൽ സുഖമാണല്ലോ അല്ലേ. വെള്ളം പാരണം പറഞ്ഞാൽ എവിടേക്കെങ്കിലൊക്കെ പോകണവരെ പൂട്ടിയിട്ട് പോകാമല്ലോ, പൂട്ടിയിട്ടും പോവാം, പേടിയില്ലാണ്ട് നമുക്ക് പോലെ. ഇപ്പോൾ പുറത്താണ് UPS, ആർക്കും അറിയില്ലെങ്കിൽ കൂടെ. സന ഗേറ്റ് തുറ, സന അത് തുറ, ചെറുത് എന്താ തുറന്നിക്കുന്നത്, അതിൻ്റെ പോയിക്കോളി, ഇതിൽ പോയിക്കോ. പടിക്കെട്ടിക്കൂടെ ഏറുമാ. നമുക്ക് എന്തൊരു സാധനം വാങ്ങിയാലും നമുക്കുള്ള റിസ്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പുമ്പോൾ കൂടെ ഈ വെയിറ്റുകൾ കൊണ്ടുപോകാൻ ആണ് പ്രശ്നം. എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. എന്താ സെറ്റാ? ഇടിച്ചിടിച്ചാ? സെറ്റാക്കാ സന. ബാ കുറച്ച് വെള്ളം കൊണ്ട് നോക്ക്. കഥവ് തുറക്കണമാ, തൂക്കുക, കാലിൽ വീഴും. ഇപ്പൊ ഇതിന്റെ അടുത്ത് ഈ സാധനം ആവശ്യം ഗ്യാപ്പ് നിറയണ്ടാവോ? നമ്മുടെ UPS ഇട്ട പഴയ ടേബിൾ കാരണം നമ്മൾ വേറെ വീട്ടിക്ക് എന്ന് നമ്മൾ മാറിയോ അന്ന് മുതൽ ഈ ടേബിള് നമ്മുടെ കൂടെ ഉണ്ട്. ഇതുമ്പോൾ നമ്മൾ പഴയ TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇത് തൽക്കാലം UPSന് ആവശ്യം വരില്ലോ എന്നിട്ട് ഇങ്ങനെ വെച്ചതാണ്. UPS ഉള്ളിലെവിടെയും വെക്കുന്നില്ല. ചിലപ്പോൾ വല്ല ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് വല്ല ഡേഞ്ചർ സോൺ ആയാൽ നമുക്കതും പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വെളിയിലാണ് വെച്ചത്. ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓപ്പണിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു പേടി വേണ്ട. ഇതേമാതിരി ആക്കി പൂട്ടിയിട്ട് ധൈര്യത്തിൽ പോലെ. ഇനി എല്ലാ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ? കറണ്ടില്ല. ஆது வந்து மானிட்டர் ஆஃப் பண்ணு. கரண்ட் வந்துச்சு.
UPS എവിടെയൊക്കെ അതായത് വയറൊക്കെ ഊരണോ അതൊക്കെ ഓർമ്മിച്ച് വെച്ചോളി. അതാ മറക്കും അത്. ഇനിയിപ്പോൾ ഇത് പിടിക്കേണ്ടി വരും ഒരാൾ ടേബിള്. നമ്മുടെ UPS ഇതാണ്. ഇനിയിപ്പോൾ ഇത് ഊരിയിട്ട് ടപ്പ് ഷാക്കടിക്കോ? ചെരുപ്പിട്ടില്ലേ? ഇത് ഊരി ഇത് ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ ഏതേത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സാധനം മിയാസ് ഫോൺ എടുത്ത് കൊടുക്ക്, ഇല്ലെങ്കിൽ ഒക്കെ മറന്നു പോകും. എന്താ അറിയിച്ചു കൊണ്ടിരിക്ക? ഈ കല്ല് എനിക്ക് തരുമോ? താഴെയുള്ള കല്ല് ഈ കല്ല് വെച്ചോ. ഈ കല്ല് ഗ്യാസ് ഹൈറ്റ് പത്താത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രീഷ്യൻ്റെ റിപ്പയർ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് ആയൊന്നും വേണ്ട അല്ലേ. നമ്മളെ സ്വയം നന്നാക്കും, നേരാക്കും. എല്ലാം കളിട്ടിട്ടല്ല അതോ. അപ്പം എല്ലാ സാധനങ്ങളും ഊരിയിട്ടുണ്ട്. ഹോൾസ് 2 ഉണ്ട് നമ്മൾ വയർ കൊണ്ടുപോകാൻ. പക്ഷേ മോട്ടർ എന്താ അതിൻ്റെ പേര്, ബാറ്ററി ഇല്ലേ, ബാറ്ററിയുടെ ഹോൾസ് ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ കൂടെ വയർ കൊള്ളണില്ല. അപ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടാക്കിയ കാരണം തന്നെ പിന്നെയും വിളിച്ചിട്ട് ഹോൾസ് ഇടാന്നിട്ട് വിളിച്ചിട്ട് വരുന്നുണ്ട്. എടുക്ക മുടിയില്ല എപ്പടി തൂക്കി വെച്ചേ, വെയിറ്റ് ഇറക്കോ? അപ്പം നമ്മളങ്ങനെ ടേബിൾ ഉണ്ടാക്കിയ ആൾ വന്നിട്ട് ചെറിയൊരു ഹോൾസ് വേണമല്ലോ, അപ്പോൾ ഹോൾസ് ഉണ്ടാക്കുകയാണ്. ഇടം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ടേബിള് ഇതാണ്. ഇത് നമ്മുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്ന ടേബിളാണ്. ഇത് നമ്മൾ വേണ്ടാവിട്ട് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ UPS വാങ്ങുമ്പോൾ പിന്നെ ഇത് പഴയ സ്ഥാനത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. പഴയ നമ്മൾ ഇരുന്ന വീട്ടിലെ പച്ച പെയിൻറ്റ് കൂടി ഉണ്ട് ഇതുമ്മേ. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള UPSന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ആക്കിയത്. ഇതാവുമ്പോൾ നല്ല സേഫ്റ്റിയിലുണ്ടാവും. 2 ഡോറൊക്കെ ആയി. ഇതൊന്ന് ലോക്കാ, 2 ഡോറൊക്കെ വെച്ചിട്ട് നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. എവിടേക്കെങ്കിലും പോകുകയെന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട് പോകല്ലേ, പൂട്ടിയിട്ട് ചാവിയൊക്കെ എടുത്തിട്ട് എന്തായാലും നമുക്ക് പോവാം സേഫ്റ്റി ആയിട്ട്. ഇനി പോട്ട് പോകും. UPSന് സെറ്റായി. ഇപ്പോൾ നമ്മൾ UPS കറണ്ട് ഇല്ല, ഇവിടെ ഫുള്ള് ഓഫാക്കി വെച്ചിരിക്കുന്നു. സ്വിച്ച് ഇട്ട് കറണ്ട് എടുത്താൽ പാക്കളാം. മറ്റേ അത് ഓണാക്കണം അല്ലേ, ബട്ടൺ ഓണാക്കണ്ടേ? ഞങ്ങൾ കുറേ കാലമായിക്കണു നിങ്ങളുടെ ടേബിൾ UPSന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ UPS ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ UPS വാങ്ങി 7 മാസമായി നമ്മൾ കറണ്ട് വന്നത് ഗൈസ്. അപ്പം ഇവിടെ കറണ്ട് എത്തിയിട്ടുണ്ട്. കുറേ കാലമായി ടേബിൾ വേണം പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം റെഡിയാക്കാന്ന് വെച്ചിട്ടായിരുന്നു. ഇത് റെഡിയാക്കിയപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് റെഡിയാക്കാനൊന്നുമില്ല. നമ്മൾ ഇത്രയും എല്ലാവർക്കും അറിയില്ല UPS എത്ര എമൗണ്ട് ആണ് എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അധികം പ്രൈസിൻ്റെ സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതാത് വാങ്ങി അതാത് സേഫ്റ്റി ഒക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കണം. പിന്നീട് അത് ഇതായി പറഞ്ഞാൽ നമുക്ക് കഷ്ടമായിരിക്കും. ഇപ്പം ഇത് മെയിൻ പ്രശ്നം മഴ പെയ്താൽ നനയരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കി നമ്മളോട് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കും. അതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ഇനി മുതൽ വീഡിയോ നിർത്തരുത് പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഒരാഴ്ച അല്ല ഒരു 1 വീക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ട്രിപ്പ് ഒന്ന് വരാണ്ട് നമ്മൾ ആ ഒരു വീഡിയോ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ഏകദേശം ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇനിയും കാണാത്തവർക്കായിട്ട് നമ്മൾ എന്തായാലും ലോങ് ട്രിപ്പിൻ്റെ ഒക്കെ വീഡിയോ എന്തായാലും വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി നാളെ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.